ഏജൻസികളുടെ അന്വേഷണത്തിനെതിരെ സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെടെ സർക്കാർ നടത്തിയ നിയമപരമായ നീക്കങ്ങളും വിജയിച്ചില്ല. ആ നിലയ്ക്ക് ഇഡിയെ നിയമപരമായി നേരിടുന്നതിനേക്കാൾ രാഷ്ട്രീയമായി എതിർക്കാനാകും CPM ശ്രമം. തിരഞ്ഞെടുപ്പ് കാലത്തെ നടപടിയെന്നത് ഉയർത്തിക്കാണിക്കും. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിനെതിരെ KSIDCയും എക്സാലോജി കമ്പനിയും കോടതിയെ സമീപിച്ചു പരാജയപ്പെട്ടതാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അതിവേഗ റിപ്പോർട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാസപ്പടിയിൽ അന്വേഷണത്തിലെത്തുമ്പോൾ ഉയരുന്നത് നിർണായക ചോദ്യങ്ങൾ. നിയമപ്രകാരം SFIO പ്രോസിക്യൂഷൻ കംപ്ലയിന്റ് ഫയൽ ചെയ്താൽ സ്വമേധയാ ധനകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ഇഡിക്ക് കേസെടുക്കാം. എന്നാൽ മാസപ്പടി കേസിൽ ഇഡി കാത്തിരുന്നു. SFIO അതിവേഗ റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. കേന്ദ്ര സർക്കാരിനായിരുന്നു. അതുകൊണ്ട് തന്നെ ധനകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ചാണ് കേസെടുത്തതെന്നാണ് സൂചന. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള പ്രാരംഭ നടപടിയാണ് എക്സാലോജി കമ്പനി ഉൾപ്പെട്ട SFIO കേസിൽ ഇഡി രജിസ്റ്റർ ചെയ്ത ECIR. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇഡിയുടെ ആഭ്യന്തര രേഖയാണ് ECIR. ഇത് കോടതിയിൽ സമർപ്പിക്കേണ്ടതില്ലാത്തതിനാൽ എതിർകക്ഷികൾക്ക് പാർപ്പ് ലഭിക്കില്ല. കേസിലെ പ്രാഥമിക വിവരങ്ങൾ അടങ്ങുന്ന രഹസ്യരേഖയായി സൂക്ഷിക്കുന്നതിനാൽ വിവരാവകാശത്തിന്റെ പരിധിയിലും വരില്ല. അതുകൊണ്ട് തന്നെ എല്ലാം പരമരഹസ്യമായിരിക്കും. ESIR രജിസ്റ്റർ ചെയ്തിട്ട് മാത്രമേ കള്ളപ്പണ കേസിൽ ഉൾപ്പെട്ടവരെന്ന് സംശയിക്കുന്നവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ കഴിയൂ. ലഭ്യമായ പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ECIR രജിസ്റ്റർ ചെയ്താലും വേണ്ടത്ര തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ ഇഡി അറസ്റ്റിലേക്കും PMLA കേസിലേക്കും കടക്കൂ. മറ്റേതെങ്കിലും ഏജൻസി കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്തുന്ന കുറ്റകൃത്യങ്ങളുടെ കൂട്ടത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റവും വെളിപ്പെടുന്ന ഘട്ടത്തിലാണ് ECIR രജിസ്റ്റർ ചെയ്തത്. ഇഡിയും അന്വേഷണം തുടങ്ങുന്നത്. ഒരു കേസിലും ECIR സ്വന്തം നിലയിൽ നിലനിൽക്കില്ല. നയതന്ത്ര പാഴ്സൽ സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത ഒക്കറൻസ് റിപ്പോർട്ടിന്റെയും കരുവന്നൂർ സഹകരണ ബാങ്ക് ബിനാമി വായ്പാ തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത പ്രാഥമിക വിവര റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ECIR രജിസ്റ്റർ ചെയ്തത്. ഇഡി മാസപ്പടിയിൽ SFIO റിപ്പോർട്ട് നിർണായകമാണ്. 8 മാസം അനുവദിച്ചിരുന്നെങ്കിലും 2 മാസം പോലും തികയും മുമ്പേ SFIO അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒട്ടും വൈകാതെ ചൊവ്വാഴ്ച ഇഡി കേസെടുത്തു. ഇതിൽ ഗുരുതര കണ്ടെത്തലുകൾ ഉണ്ടെന്നാണ് സൂചന. സേവനം നൽകാതെ പണം കൈപ്പറ്റിയത് കള്ളപ്പണം വെളുപ്പിക്കാനെന്നാണ് നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡി വരുന്നത്. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണത്തിൽ വീണയ്ക്ക് പണം കൈമാറിയത് സേവനത്തിനാണെന്നുള്ള രേഖകൾ ഹാജരാക്കാനും വിശദീകരിക്കാനും കഴിഞ്ഞിരുന്നില്ല. ഇതാണ് SFIO അന്വേഷണത്തിന് കളമൊരുക്കിയത്.